നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് പാർട്ടി അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ്. 25 ഗ്യാരണ്ടികൾ ഉൾപ്പെടുത്തി നീതിയുടെ 5 തൂണുകൾ അഥവാ പഞ്ച് ന്യായ് എന്ന പേരിലാണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. യുവ ന്യായ്, നാരി ന്യായ്, കിസാൻ ന്യായ്, ശ്രമിക് ന്യായ്, ഹിസാദേരി ന്യായ് എന്നിവയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന 5 ഗ്യാരണ്ടികൾ. മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയാണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ജാതി സെൻസസ് നടപ്പിലാക്കും, ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തടയും, അഗ്നിപഥ് പദ്ധതി എടുത്തു കളയും, പ്രതിദിന വേതനം കുറഞ്ഞത് 400 രൂപയാക്കും എന്നതുൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെയും കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രകടന പത്രിക പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ ഞെട്ടിയിരിക്കുന്നത് BJPയുടെ ക്യാമ്പുകൾ തന്നെയാണ്. കാരണം പൗരത്വ ഭേദഗതിയെ പറ്റിയോ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയെ പറ്റിയോ ഒരക്ഷരം പോലും കോൺഗ്രസ് പാർട്ടി അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നില്ല എന്നത് തന്നെയാണ് കാരണം. നമുക്കറിയാം, ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത വിഷയങ്ങളായിരുന്നു ഈ പൗരത്വ ഭേദഗതി നിയമവും അതിനോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയലുമൊക്കെ. കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടി ഇതിനൊക്കെ എതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. പാതിരാത്രിയിൽ പോലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി അവരുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ CAA നടപ്പിലാക്കില്ല, അല്ലെങ്കിൽ അത് റദ്ദാക്കും, ഈ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ നടപടി അത് പിൻവലിക്കും തുടങ്ങി ഒന്നും തന്നെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടന പത്രികയെങ്കിൽ CPM-ന്റേത് അങ്ങനെയല്ല. അവർ ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി തിരികെ നൽകി തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും അതിനോടൊപ്പം തന്നെ CAA റദ്ദാക്കും എന്നുമൊക്കെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ബംഗാളിലും കേരളത്തിലുമൊക്കെ ഒരു കനലായി മാത്രം അവശേഷിക്കുന്ന CPM-ന് അങ്ങനെ പലതും അവരുടെ പ്രകടന പത്രികയിൽ പറയാൻ സാധിക്കും. പക്ഷേ രാജ്യം മുഴുവൻ വേരുകളുള്ള കോൺഗ്രസ് പാർട്ടിക്ക് അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളിടത്താണ് കോൺഗ്രസിന്റെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്തായാലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.